ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പം യൂട്യൂബായിട്ട് തിരിച്ചു വരുന്നത്. ശിശുവിന വ്ളോഗ്സിൻ്റെ 75 വീഡിയോസോളം നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളായിട്ട് നമുക്കൊരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം യാത്രകൾ വളരെ കുറവായതുകൊണ്ടാണ്, യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഞങ്ങളൊരു യാത്ര വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതൊരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് അമ്പലങ്ങൾ താല്പര്യമുള്ള ആളുകൾക്ക്. അപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലിയായിട്ട് ഒരു അയോധ്യ, കാശി, വാരണാസി ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അത് യാത്ര മുതൽ, നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ എൻഡിങ് വരെ കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കാരണം ഈ യൂട്യൂബ് ചെയ്യുക പറഞ്ഞാൽ ഒരു പാഷനുള്ളവർക്ക് ഭയങ്കര പാഷനായിരിക്കും ഡെയിലി വീഡിയോസൊക്കെ ഇടുക എന്നുള്ളതൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഡെയിലി വീഡിയോസ് ഇടാൻ മാത്രമുള്ള കണ്ടൻസും ഇല്ല. അപ്പോൾ ഇതൊരു അവസരമായിട്ട് ഞാൻ കാണുന്നു. അയോധ്യ പോവുക, കാശി, വാരണാസി, ഗംഗാ നദി അതൊക്കെ നിങ്ങളായിട്ട് ആ സന്തോഷം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ എടുത്ത കുറേ വീഡിയോകളാണ് കേട്ടോ. നമുക്കറിയാം, അമ്പലങ്ങളിലൊക്കെ പോയി നമുക്ക് ചില സ്ഥലങ്ങളിൽ മൊബൈൽ അലോഡല്ല. അപ്പോൾ നമ്മളെ കൊണ്ട് അലോ ചെയ്തിരുന്ന ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഫ്യൂച്ചറിൽ അയോധ്യയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീർത്ഥാടനങ്ങളിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുക, എന്തൊക്കെയാണ് കാണേണ്ടത് നമ്മൾ ഈ ചെറിയ വീഡിയോകളിൽ കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഞങ്ങൾ ആക്ച്വലി ജേർണി സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിൽ നിന്നാണ്. പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോയി. കാരണം കോയമ്പത്തൂർ പോകാൻ കാരണം വന്ദേ ഭാരതിൽ പോകാൻ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ പോവുകയാണ്. അപ്പോൾ വന്ദേ ഭാരതിൽ പോകാനുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് കോയമ്പത്തൂർ പോയത്. അപ്പോൾ വന്ദേ ഭാരത് മുതലുള്ള ജേർണി, പിന്നീട് അങ്ങോട്ടുള്ള ഈ 5 days ജേർണി നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനെത്തി. ഞങ്ങൾ വാനിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ വന്ന വാനാണ് കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ 12 പേരാണ് ഈ ട്രിപ്പിൽ. ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും. ഒരാളെ കണ്ടോ? ഇതാരാ പറയും? ഇത് വന്ദേ ഭാരത്. അപ്പോൾ ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന വന്ദേ ഭാരതാണ്. ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. അപ്പോൾ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ വന്ദേ ഭാരത്. ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ പോകുന്നത്. അപ്പോൾ അടിപൊളി ട്രെയിനാണ്. ഡിഫറെൻ്റ് അതെ. ഇപ്പോൾ എല്ലാ വന്ദേ ഭാരതിൻ്റെ കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാം. എങ്കിലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ വന്ദേ ഭാരത്. അടിപൊളി. കോയമ്പത്തൂരിൽ നിന്ന് 7:20 ബാംഗ്ലൂരിലേക്ക് ഉള്ള വന്ദേ ഭാരതാണ്. അതിൽ AC ചെയേഴ്സാണ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൃത്യം 2 മണിക്ക് എത്തും. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവലാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് ട്രെയിനിൽ പോയി പറയാം കേട്ടോ. വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ട് അല്ല വന്ദേ ഭാരത്. നമ്മളിവിടെ പോകുമ്പോൾ ട്രെയിൻ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൂടെ പോവുകയാണ്. അപ്പോൾ വന്ദേ ഭാരതിലെ എക്സിക്യൂട്ടീവ് ക്ലാസ് ചെയർ ആണത്. ഇത് കണ്ടോ? അപ്പോൾ ഞങ്ങളിങ്ങനെ വരികയാണ്. സുരേട്ടൻ ഇത് കണ്ടോ? എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സീറ്റൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അതുകൊണ്ടോ സീറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിക്കാം. വന്ദേ ഭാരതിലെ എക്സിക്യൂട്ടീവ് ഇതിലാണ്. അതുപോലെ ഫുഡ് ടേബിൾ കണ്ടോ? ഫുഡ് ടേബിൾ നമ്മളിങ്ങനെ കയ്യിൻ്റെ അവിടെ തന്നെയാണ്. ഫുഡ് ടേബിൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വെച്ചാൽ ഫുഡ് സർവീസ് ചെയ്യും. അങ്ങനെയാണ്. നല്ല അടിപൊളി സംഭവം കേട്ടോ. ചേട്ടാ ഒരിക്കൽ കൂടെ ചെയർ മാറ്റി. നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വയ്ക്കാം. ഇപ്പം നോക്കുള്ളൂ, അവിടെ കാലിലടിയിലൊരു ലിവർ പോലെയുണ്ട്. അപ്പോൾ ആ ലിവറിൽ ചവിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും കാണാനെങ്കിലൊക്കെ വ്യൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും വന്ദേ ഭാരത്. സുരേട്ട ഞങ്ങൾ അവിടെ പറഞ്ഞു.
നമ്മുടെ അടുത്ത കോച്ചിൽ തന്നെ സിബി മലയാൽ സാർ മൂവി ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ മദർ ബാംഗ്ലൂരാണെന്നാണ്. ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ, കണ്ടോ ഇതിൽ ഓരോ സീറ്റ്. ഇവിടെ എക്സിക്യൂട്ടീവിൽ എല്ലാം 2 സീറ്റാണ്. നമുക്ക് കാലൊക്കെ വയ്ക്കാൻ, നമുക്ക് കണ്ടോ കാല് വയ്ക്കാനുള്ള നല്ല ഇതുണ്ട്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടും കാല് വയ്ക്കാം, സൗകര്യമുണ്ട്. അടിപൊളി സംഭവം കേട്ടോ. ബാറ്റിൽ കയറിയപ്പോൾ വണ്ടിബേർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം ഒരു വെൽക്കം ആയിട്ടൊരു പൂവ് കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ചേട്ടൻ പോയിട്ടില്ലേ? ചേട്ടൻ നേരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ആദ്യത്തെ മര്യാദയാണ് പൂവ് തരാൻ. ഇനി എന്തൊക്കെയോ വരുന്നുണ്ട് പുറകിലായിട്ട്. ഷാർപ്പ് 7:26 സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ബോട്ടിൽസ് വെള്ളം തന്നു കേട്ടോ. ഒരു 2 ആൾക്ക് ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ തന്നു. അപ്പം വണ്ടി വിട്ടതും ആദ്യം അവർ വെള്ളമൊക്കെയാണ് നമുക്ക് തരുന്നത്. പൂ തന്നു, പിന്നെ വെള്ളം. അടുത്തതായിട്ട് അവരിങ്ങനെ ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ്, തമിഴാണെങ്കിൽ തമിഴ്, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ചോദിച്ചപ്പോൾ തന്നു കേട്ടോ. ഒന്ന് മതി വെച്ചിട്ട്. അടുത്തതായിട്ട് നമുക്ക് മോർണിംഗ് അവർ തരുന്നൊരു റിഫ്രഷ്മെൻ്റാണ്. എന്തൊക്കെയാണെന്നറിയില്ല, നോക്കട്ടെ കേട്ടോ. അതിനൊരു ട്രേ തന്നു. അതിൽ ഇതെന്താ സാധനം, ഡെയിലി ഇൻസ്റ്റൻറ്റ് കോഫി പ്രീമിക്സ് കോഫി പൗഡർ. ഇത് ഒരു യൂണിബിക്കിൻ്റെ ഒരു ഇതാണ്, ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്. പിന്നെ ഒരു ടിഷ്യൂ, പിന്നെ ഒരു ഇത് കാപ്പി ഇളക്കാനുള്ള സാധനം. ഇപ്പോൾ ചുടുവെള്ളം കൊണ്ടുവരും. ആദ്യം അവർ തരുന്ന സാധനം ഇതാണ്. അപ്പോൾ നമുക്കിങ്ങനെ സീറ്റിൽ തന്നെ ഇങ്ങനെ ട്രേ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ട്രേ അവിടെ തരുന്ന ട്രേ വെച്ചിട്ട് കോഫിയൊക്കെ റെഡിയാക്കി കുടിക്കാം. ഓക്കെ, പിന്നെ ഒഴിച്ചു തരും കോഫി. ചൂടുവെള്ളത്തിൽ നമ്മളതിലിട്ടിട്ട് സ്റ്റിർ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനകത്ത് കോഫിപ്പൊടി ഇടാം. കോഫിപ്പൊടി അതിലിടുക, ഫുള്ളിടാം അല്ലേ. ഒരു പാക്കറ്റ്, ഒരു സാഷ് ഇതിനാണ്. അപ്പോൾ പാക്കറ്റ് ഫുള്ളിട്ടു. കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി വിത്ത് ഷുഗർ, കോഫി പൗഡർ. കുറേ ഉണ്ടല്ലോ, കൂടുമോ? കൂടുതലാണോ? ഇതല്ല, കറക്റ്റാണ് തോന്നുന്നു. ഇപ്പോഴാണ് കോഫിയുടെ കളർ വന്നത്. സി ഹൗ ഇറ്റ് മെൽസ്. ഹായ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിർ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റിർ ചെയ്യാം. നല്ല അടിപൊളി കോഫിയുടെ. അതിൻ്റെ കൂടെ ഒരു യൂണിബിക്ക് ഓട്ട് ബിസ്ക്കറ്റും കൂടി ഉണ്ട്, കണ്ടോ, പെട്ടെടുക്കാം. അതും കൂടെ കഴിക്കാം. സൂപ്പർ അല്ലേ. ഇങ്ങനെയൊക്കെയാണ് ട്രെയിൻ സർവീസ് വേണ്ടത്. വന്ദേ ഭാരത് എന്തായാലും കഴിച്ചു. പക്ഷേ ബിസ്ക്കറ്റ് ഇതാ, ബിസ്ക്കറ്റ് 2 ഉണ്ട് കേട്ടോ ഒരു പാക്കിലാണ്. എൻ്റെ കയ്യിൽ വേണം. ചായ മുക്കി കഴിക്കുകയാണ്. ഒരു ഏർലി മോർണിംഗ് ടീ ആൻഡ് ബിസ്ക്കറ്റ്. 2 സ്നാക്ക് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സെർവിങ് ഇമ്മീഡിയറ്റ്ലി. ഇതൊന്ന് കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ്. അത് കഴിഞ്ഞത് അവരിങ്ങനെ വേസ്റ്റ് എടുക്കാൻ വരുന്നുണ്ട്. വന്നിട്ട് ഇങ്ങനെ ബൗളെടുത്തിട്ട് അതിൽ കോൺഫ്ലേക്സ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് കോൺഫ്ലേക്സ് ഒഴിക്കാം. ടേബിളിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. നമ്മളതിൽ കോൺഫ്ലേക്സ് ഇട്ടിട്ട് കഴിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഷുഗർ ഒട്ടിട്ടുണ്ട്. IRCTCയുടെ തന്നെ ഇവരുടെ ഷുഗർ, റിഫൈൻഡ് ഷുഗർ 7 ഗ്രാംസിൻ്റെ ഒരു റിഫൈൻഡ് ഷുഗറും കൂടെ തരുന്നുണ്ട്. ഈ പാലിൽ അതിട്ടിട്ട് ഒന്ന് ചെയ്യും. അതാണ് കോൺഫ്ലേക്സ്. അത് പാലിലിട്ടിട്ട് ഇങ്ങനെ കുതിർക്കുക. എന്നിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് 2 സാഷ കിട്ടി. പക്ഷേ ഞാൻ അതാണ് ട്രസ്റ്റ് ഷുഗർ IRCTCയുടെ തന്നെയാണ്. ഞങ്ങൾ ഒരെണ്ണം
ഷുഗർ അധികം യൂസ് ചെയ്യാത്ത ആളുകളായതുകൊണ്ട് ഒരു പാക്കറ്റ് ഷുഗർ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്യും ഷുഗറായിട്ട്. ഓക്കെ, തിരുപ്പൂർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. ഇതാണ് തിരുപ്പൂർ സ്റ്റേഷൻ. എത്തി കോൺഫ്ലേക്സും പാലും തന്നിട്ട് പോയേ വേറെ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇമ്മീഡിയറ്റ്ലി വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി അല്ലേ, അതേപോലെ അടിപൊളി. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലല്ലോ. ഇതെന്താണ്, ഒരു മാംഗോ, ഇതൊരു മാംഗോ അല്ല മാനിയ ഗോൾഡ് മാംഗോ ഡ്രിങ്ക്. ഇതെന്താ, ഇത് വാനില, ഇതൊരു മഫിനാണ് മഫിൻ. ഇതെന്താ, അതൊന്ന് തുറക്കട്ടെ കേട്ടോ. എന്താ തുറന്നു നോക്കട്ടെ, എനിക്കറിയണോ. അപ്പോൾ ഇഡ്ഡലി ആയിരിക്കും, വെജിറ്റബിൾ കുർമ. അടിപൊളി അടിപൊളി. ഇടിയപ്പം, ഇതെന്തോ ഒരു സ്വീറ്റാണ്, ഇതൊരു പൊങ്കലാണെന്ന്. ഇത് ഉപ്പുമാവ്, ഇത് റവ ഉപ്പുമാവ്, ഇത് ഇടിയപ്പം. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അതുകൂടാതെ വെരി ഗുഡ്, ഒരു ഉഴുന്ന് മട്ട. അതെന്താ സാധനം, ഇത് ഹെർബൽ, ഇത് ഹാൻഡ് സാനിറ്റൈസർ. കഴിക്കുന്നതിന് മുമ്പ് കൈയൊക്കെ, ഇത് വെറ്റ് വൈപ്സ് ഉണ്ട്, ഒരു വെറ്റ് വൈപ്സ് ഉണ്ട്, ഒരു ഹെർബൽ ഹാൻഡ് സാനിറ്റൈസർ. കൂടാതെ ഇത് ചട്നിയാണ്, ഇതൊരു റെഡ് കളർ തേങ്ങാ ചട്നി തോന്നുന്നു അല്ലേ, തേങ്ങാ ചട്നിയോ സാമ്പാറോ, എന്തോ മണം കൊള്ളുമ്പോൾ എങ്ങനെയുണ്ട്. ചട്നി മടക്കുള്ള ചട്നി കേട്ടോ. മറ്റേത് നമുക്ക് ഇടിയപ്പത്തിനുള്ള കറിയാണ്, ഇതിൽ കാണിച്ച കറി ഇടിയപ്പത്തിനുള്ള കറിയാണ്. ഞങ്ങൾ വെജിറ്റബിളാണ് ഓർഡർ ചെയ്തത്, അപ്പോൾ വെജിറ്റബിൾ കറി. അപ്പോൾ ഒരു ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ. ഇടിയപ്പം, ഉപ്പുമാവ്, വട, സ്വീറ്റ്, പിന്നെ ഒരു മഫിൻ, ഒരു മാംഗോ ജ്യൂസ്, അതിൻ്റെ കറി, ഒരു ചട്നി. എൻ്റെ കയ്യിലുണ്ട്, ഷോപ്പ് ചെയ്തുകൊണ്ട് കഴിക്കാൻ പാടാണ്. തേങ്ങ ചട്നി അടിപൊളി കേട്ടോ. കഴിക്കാം. കിച്ചടി കാഷ്യൂ ഇട്ടിട്ട് മെതുവട. അപ്പോൾ കഴിക്കാം കേട്ടോ. കഴിച്ചിട്ട് കാണാം. അടുത്തിന് എപ്പോഴാണ് എന്താ വരികയെന്ന് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യാൻ സെല്യൂട്ട് വന്നേ ഭാരത് എന്നൊരു ക്ലീൻ കേട്ടോ. പാക്കിംഗ് എല്ലാം ഭയങ്കര ക്ലീനാണ്. ഗുഡ്. വന്നേ ഭാരതി വന്നിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. അതെ, വാഴപ്പഴം ഇതുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈരോട് എത്തി കേട്ടോ. വീണ്ടും കോഫി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് ആയില്ലതാ. അപ്പോഴേക്കും ഒരു കോഫി, പക്ഷെ ഞാൻ മേടിച്ചില്ല. പക്ഷേ കേട്ടോ ഒരു കോഫി മാത്രം. വന്ദേ ഭാരതിൽ നമ്മളെല്ലാവരും എന്താ ഫാമിലി, ഇത് ബിന്ദു ചേച്ചി, ഞങ്ങൾ ഫുള്ള് ത്രില്ലിലാണ്. അതെ, വന്ദേ ഭാരത് ചേച്ചിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, ചേച്ചി സ്ഥിരം വരുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റാണ്. അപ്പോൾ അതവിടെ ടീച്ചർ, 2 ടീച്ചേഴ്സ്, 3 എല്ലാവരും ടീച്ചേഴ്സ് ആട്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇന്ന് എല്ലാവരും, ബിന്ദു ടീച്ചർ, ശശികല ടീച്ചർ, ബിനു ടീച്ചർ, സുനേഷ് ടീച്ചർ, എല്ലാ ടീച്ചേഴ്സും ഇന്ന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോവാണ്. ശിശുവിന വ്ളോഗ്സിലേക്ക് സ്വാഗതം. പിന്നെ അവിടെ സുരേട്ടനുണ്ട്, ഉഷ ചേച്ചിയുണ്ട്. ഇത് സുരേട്ടൻ, ബിന്ദു ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇത് സുരേട്ടൻ്റെ സിസ്റ്റർ ഉഷ ചേച്ചി. അപ്പം വന്ദേ ഭാരത് സൂപ്പർ അല്ലേ സുരേട്ട? അടിപൊളി അല്ലേ? അല്ല, ഇവർ എപ്പോഴും റെഗുലറായിട്ട് വരുന്ന ആളുകളാണ്. ഒരു മാസം ഒരു തവണയെങ്കിലും വരും അല്ലേ? ബാംഗ്ലൂർ, മോള് ബാംഗ്ലൂരാണ്. ഉഷ ചേച്ചി ഫസ്റ്റാണോ? രണ്ടാമത്തെ ആളെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ ഓരോ ക്ലാസ് ഉണ്ടാക്കി എല്ലാം ഫുഡ് സീറ്റ്സ് എല്ലാം അതുപോലെ ആളുകൾ ഇങ്ങനെ ഫുഡെല്ലാം സെർവ് ചെയ്യും. ഇത് ബാത്റൂം, നമുക്കിങ്ങനെ ടോയ്ലറ്റ്സ് ഒക്കെ കാണിച്ചു കേട്ടോ. അടിപൊളി ടോയ്ലറ്റ്സ് ഒക്കെയാണ്, നല്ല ടോയ്ലറ്റ്സ് ഉണ്ട്. ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇതാണ്. വെസ്റ്റേണും ഉണ്ട്, ഇന്ത്യനും ഉണ്ട് കേട്ടോ. ഫ്രഷ് സിസ്റ്റംസ് എല്ലാം അടിപൊളിയാണ്, ക്ലീൻ ആയിട്ടുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ സാധാരണ ട്രെയിൻ ബാത്റൂംസ് നമുക്ക് കയറാൻ പറ്റില്ല, സ്മെല്ല് കാരണം. ഫ്ലോറൊക്കെ കാണാം ചെയ്തിട്ടുണ്ട്.
സീറ്റ്, ഒരു മിററുണ്ട്. മിറർ നമുക്ക് ഉണ്ട്. അടിപൊളി ട്രെയിനിൽ വരുന്ന മിററൊക്കെ ഉണ്ട്. അടിപൊളി. അങ്ങനെ 2 ബാത്റൂംസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അടിപൊളി ക്ലീൻ. ഷേക്ക് പോലും അറിയില്ല കേട്ടോ. നമ്മളിപ്പം ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പുറത്തുള്ളത് മറ്റേ 2 സീറ്റ് 3 സീറ്റൊക്കെ ഉള്ളതാണ്. ഇത് നമ്മുടെ എല്ലാം 2 സീറ്റ്സ് എ സി കോച്ച്. കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ആ ഭാഗത്തുണ്ട്. നമ്മുടെ ഹാപ്പി സന്തോഷമായി വർത്താനമൊക്കെ പറഞ്ഞ് ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് 11-12 മണിയപ്പം എന്താണത്? ടൊമാറ്റോ ചട്പട്ട സൂപ്പ് പ്രീമിയം. ഇങ്ങനെ ഒരു പാക്കറ്റ് വന്നു. അത് ചുടുവെള്ളത്തിലിതാ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, കഴിക്കാം സൂപ്പ്. അതിൻ്റെ കൂടെ ബ്ലാക്ക് പെപ്പർ, ഒരു ബ്രെഡ് സ്റ്റിക്ക് ഉണ്ട്. ബ്രെഡ് സ്റ്റിക്ക് അതിൻ്റെ കൂടെ കഴിക്കാം. ഹരിരാം ബേക്കറി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അമൂൽ ബട്ടർ. ഇത് ഒരു 12 തന്നൊരു മിഡ് ഡേ മീലാണത്. കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും ലഞ്ചും വന്നു കേട്ടോ. അപ്പം ഇതാണ് ലഞ്ച്. എന്തൊക്കെയുണ്ടെന്ന് തുറന്ന് നോക്കിയാലേ പറയുള്ളൂ. ഓരോരോ ലഞ്ച്. ഇതൊന്ന് തുറച്ചിട്ട് അത് ചപ്പാത്തിയാണ്, കണ്ടറിയാം. ചപ്പാത്തി തുറക്കണ്ട. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ടോപ്സ് ഗോൾഡിൻ്റെ മിക്സഡ് പിക്കിൾ, പിന്നെ ഹെർബൽ ഹാൻഡ് സാനിറ്റൈസർ, മിസ്റ്റി വെറ്റ് വൈപ്പ്, പിന്നെ ഒരു വുഡൻ സ്പൂണ്. പിന്നെ ഇതെന്താ സാധനം? ഇത് ചപ്പാത്തി. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇത് ക്ലാസിക് കേർഡാണത്. ഇതെന്താണ്? ഇത് പനീറിൻ്റെ ഒരു കറിയാണ്. ഇനി ഇതെന്തൊരു കറി? ഇത് സാമ്പാർ പരിപ്പ് കറിയാണ്. അത് റൈസ് 125 ഗ്രാംസ് റൈസ്, 125 ഗ്രാം റൈസ്. അതുകൂടാതെ എനിക്കൊന്ന് അതിൽ തോരൻ എന്തെങ്കിലുമായിരിക്കും. നോക്കട്ടെ, തുറക്കും. സൈഡ് ഡിഷ് ഉരുളക്കിഴങ്ങാണോ? ഉരുളക്കിഴങ്ങും പട്ടാണിയും കൂടി ഇട്ടിട്ടൊരു കറി സൈഡ് ഡിഷ്. ഇതൊക്കെയാണ് ലഞ്ചിന്. അപ്പോൾ അതും അടിപൊളിയായിട്ടോ. സൂപ്പ് കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടില്ല. അപ്പം ഇങ്ങനെ ഫുഡ് അതേ പരിധി വന്നാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലായി. സമയം ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ചൂടോടെ കഴിക്കട്ടെ കേട്ടോ. അവസാനം ഒരു ഐസ്ക്രീം കൂടെ കിട്ടി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. കിട്ടിയ സ്പേസിൽ എടുക്കാൻ മറന്നു വീഡിയോ. ഐസ്ക്രീം അതുകൊണ്ട് ഇതോട് കഴിഞ്ഞു വന്നു. രാവിലെ തുടങ്ങിയ കഴിക്കലാണ്. ഫുഡ് ഇത് എൻഡ് ഓഫ് ദി ഫുഡാണെന്ന് കരുതും. നീ വരുമെന്നറിയില്ല. ഓക്കെ, അങ്ങനെ ഇപ്പം ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റിലേക്ക് എത്തി. നമ്മൾ വന്ന വന്ദേ ഭാരത് കാണുന്നുണ്ടല്ലോ, ലോങ്ങിൽ വന്ദേ ഭാരത്. അപ്പം നമ്മൾ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത്, ഇവിടെ കുറേ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പൊടി ഫുള്ളായിട്ട്. ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ്. അപ്പം ഞങ്ങൾ റൂം ചെക്ക് ചെയ്തു. ഞങ്ങളുടെ റൂം നമ്പർ 304. ഇത് ഹോട്ടൽ ഗേറ്റ് വേ എന്നിട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയൊരു ബെഡ് കാണാം. അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഒരു സോഫ, ഒരു ചെയർ, അടിപൊളി സീനറിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഗംഭീരമായിട്ടുള്ളത്. ആക്ച്വലി ഞങ്ങൾക്ക് രാത്രി 3 മണി വരെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 6 മണിക്ക് ഫ്ലൈറ്റാണ്. അപ്പം ഞങ്ങൾ 3 AM ചെക്കൗട്ട് ചെയ്യും. AC ഉണ്ട്. റൂം കുഴപ്പമില്ല. നമുക്ക് ഒരു രാത്രി താമസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വാർഡ്രോബ്സൊക്കെ ഉണ്ട്, വാർഡ്രോബുകളൊക്കെ ഉണ്ട് ഇവിടെ. വാർഡ്രോബ്സൊക്കെ ഉണ്ട്. മിററുണ്ട്. നമുക്ക് ഒരു മിറർ. പിന്നെ ബാത്റൂം. പക്ഷേ ഇവിടെ ബാത്റൂമിലാണ്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ നമുക്ക് വ്യൂ പറയുന്നത് വ്യൂ ഒന്നുമില്ല കേട്ടോ. ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തടുത്ത് ബിൽഡിങ്സ്. ഒരു ചെറിയ സ്പേസിൽ ഒരു 3 സെൻറ്റിലൊക്കെ ഒരു 4 ഫ്ലോറിൽ കെട്ടിയ ഒരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ബെഡ് സ്പേസ് ഉണ്ട്. ഇതുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2 കുപ്പി വെള്ളം തന്നിട്ടുണ്ട്, ചായ,
എനിക്ക് ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്, ടീ കെറ്റിലുണ്ട്, അടിപൊളി. ഇങ്ങനെ ഒരു ഡ്രോ ഉണ്ട്, ഇതൊക്കെ വെക്കാം, സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഡ്രോ ഉണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അയോധ്യയിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് വളയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വള കാണിച്ചു. കുപ്പിവള ഉണ്ട്. നമ്മളിങ്ങനെ നോർത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ അടിപൊളി വള അല്ലേ കുപ്പിവള. ശശികല ടീച്ചർ തന്നതാണത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ. അപ്പോൾ കണ്ടില്ലേ, പാലക്കാട് മുതൽ ബാംഗ്ലൂർ ഗേറ്റ് വേ ഇൻ ഹോട്ടൽ വരെയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ശിശുവിന വ്ളോഗ്സ്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.